നമ്മളോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന, നമ്മളെ ഒരുപാട് സ്നേഹിക്കുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആവാം. നമ്മുടെ മനസ്സിനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്നു, നമ്മളെ ഒരുപാട് അവർ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നും. അവർ എന്നും നമ്മളെ വിളിക്കുന്നുണ്ടാവും, നമ്മുടെ വിശേഷങ്ങൾ തിരക്കുന്നുണ്ടാവാം, ഓരോ കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച് ചോദിച്ച് അറിയുന്നുണ്ടാവാം. നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടെ എല്ലാ വിശേഷങ്ങളും അവരുടെ അടുത്ത് പറയും, അല്ലേ? അത്തരം ചില ഒരുപാട് മാനസികമായിട്ട് നമുക്ക് സന്തോഷവും ഒക്കെ തരുന്ന ചില ബന്ധങ്ങൾ. എന്നാൽ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ അവരോടും തിരിച്ച് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന നേരത്ത് മിക്കവാറും അവരുടെ മറുപടി പ്രത്യേകിച്ചൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയും. നമ്മുടെ വിശേഷങ്ങൾ തീർന്നുവെങ്കിൽ ശരി, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്യും. പലപ്പോഴെങ്കിലും നമ്മൾ ഓർത്തിട്ടില്ലേ, അതെന്താ? നമുക്കൊരുപാട് പറയാനുണ്ടാവും, അവർക്കെന്താ നമ്മളോട് ഒരു വിശേഷവും പറയാനില്ലാത്തത് എന്ന് ചിന്തിക്കാറുള്ള ചില ബന്ധങ്ങൾ, ചില അടുപ്പങ്ങൾ പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾ പറഞ്ഞിട്ട് ഈ വ്യക്തിയുടെ വീട്ടിലെ എന്തെങ്കിലും ഒരു വിശേഷത്തെപ്പറ്റി നമ്മൾ അറിയുന്നത്. പെട്ടെന്ന് നമുക്കൊരു ഷോക്കായിരിക്കും അത്. ഇന്നലെയും കൂടി വിളിച്ചതാണല്ലോ, ഇന്നലെയും കൂടി ഒരുപാട് നേരം സംസാരിച്ചതാണ്, എൻ്റെ വിശേഷങ്ങൾ കേട്ടതാണ്, അപ്പോൾ പോലും എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ കരുതും. ആ നിമിഷം നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. അപ്പോൾ ആ നിമിഷം നമ്മൾ തോന്നും, നമ്മുടെ ഉള്ളിൽ അവർക്കൊരു വലിയ സ്ഥാനം ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെ ഉള്ളിൽ നമ്മൾ ആരായിരുന്നു, അവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം എന്തായിരുന്നു എന്ന് നമുക്കപ്പോൾ തോന്നും. അവിടെ മുതൽ നമ്മളുടെ ഉള്ളിലും ഒരു ചെറിയ ഗ്യാപ്പ്. പ്രത്യേകിച്ച് പരസ്പരം ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും, വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പോലും, ആ ഒരു ചെറിയൊരു കാര്യം മതി നമ്മുടെ ഉള്ളിൽ ചെറിയ നീരസം ഉണ്ടാവാൻ, ഒരു വിഷമം ഉണ്ടാവാൻ. പിന്നീട് നമ്മുടെ അടുത്ത് വിളിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ പഴയതുപോലെ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ പറയാനോ ഒന്നും നമുക്കും തോന്നില്ല. പക്ഷെ അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും, നിനക്കെന്ത് പറ്റി? നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പിണക്കമുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് നമ്മളപ്പോഴും പ്രതീക്ഷിക്കും. ഒന്നും ഉണ്ടാവില്ല. നമ്മളെപ്പോൾ അകലാൻ തുടങ്ങുന്നു, അവിടെ മുതൽ ആ ബന്ധം അവസാനിക്കാൻ തുടങ്ങും. പിന്നീട് നമ്മൾ മനസ്സിലാക്കും, വളരെ പെട്ടെന്ന് തന്നെ നമ്മളവർക്ക് അന്യരായി തീർന്നു എന്ന്. അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാവില്ലേ? പിന്നീട് വിഷമിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. ആ വിഷമിക്കുന്ന നേരത്ത് നമ്മൾ ഓർക്കും, വേണ്ടിയിരുന്നില്ല. നമ്മുടെ ഉള്ളിലെ തോന്നൽ, ആ തോന്നൽ ശരിയായിരുന്നോ എന്ന് പരീക്ഷിച്ച് നോക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പരീക്ഷിച്ച് നോക്കാൻ പോകാതിരുന്നിരുന്നെങ്കിൽ, നമ്മൾ നമ്മളായി തന്നെ ഇരുന്നിരുന്നുവെങ്കിൽ, ആരൊക്കെ എങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറിയാലും തിരിച്ച് നമ്മൾ നമ്മളായി തന്നെ ഇരുന്നിരുന്നുവെങ്കിൽ, നമ്മളിപ്പോൾ ഇങ്ങനെ അവർ മിണ്ടാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ നമുക്ക് അന്യരായി പോയതിൻ്റെ പേരിൽ നമ്മൾ വരില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നും, അല്ലേ? എന്നും നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക, മനസ്സമാധാനം ഉണ്ടാവും.